പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് ഓർത്ത് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച് നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങിയതുകൊണ്ടാണ് ഞാൻ ഉണർന്നത് എന്ന് പറയുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവായി എനിക്ക് ഉറക്കം തന്നത്, കർത്താവായി എന്നെ ഉണർത്തിയത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അബ്രഹാമിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇസഹാക്കിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാ. അങ്ങ് ചെങ്കടലിനെ രണ്ടായി പിളർന്നു കൊടുത്തത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് അവൻ ആകാശത്തു നിന്നും മന്ന പൊഴിച്ചു കൊടുത്തത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം. അങ്ങേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടികർത്താവായ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. അതെ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്കുക. 50-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 23-ാം വാക്യം പറയുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തന്നെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം കേട്ടോ. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരിക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കുള്ള ഉറപ്പാണ്. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികളായി ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ശരീരത്തിനുള്ള ബലഹീനതകൾ, ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നാളുകളായി ബെഡ് റിഡൻ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ജീവനെ റിലീസ് ചെയ്യും. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് വിടുവിക്കണം. ദൈവിക അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. തക്കതായ വിവാഹാലോചനകൾ അവരെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആ ഭവനങ്ങൾക്കകത്ത് ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ബിസിനസ്സിനകത്ത് മുന്നേറ്റമില്ലാതെ നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, മുന്നേറ്റം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, വളരെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവരുടെ ഉള്ളങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പകരപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കിന്ന് ലോകവ്യാപകമായി സഭായോഗങ്ങൾ നടക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചത്. കർത്താവേ, ഇന്ന് ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ വലിയ മഹത്വം സഭായോഗത്തിൽ വ്യാപരിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ജനം ഉണരട്ടെ. കർത്താവെ, അഭിഷക്തന്മാർ ഉണരട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സഭായോഗങ്ങളിൽ വലിയ ദൈവമഹത്വം ലോകവ്യാപകമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് സങ്കീർത്തന ഭാഗത്തു നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ആ ഭാഗം ഒന്ന് ധ്യാനിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നത്, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 29-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മഹത്വത്തിന് യോഗ്യനായ ദൈവമാണ്. അവൻ മഹത്വത്താൽ നിറയപ്പെട്ടവനാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ് കർത്താവ് നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വമാണ് കൊടുക്കുന്നത്. അതായത് അവൻ കർത്താവ് ആരാണെന്നും മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ സേവിപ്പാൻ. പലപ്പോഴും നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് ദൈവം ആരാണെന്നും മനസ്സിലാക്കാതെ. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിനെ ആരെന്ന് കണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, കർത്താവിൻ്റെ ശക്തി എന്താണ്, കർത്താവിൻ്റെ ബലം എന്താണ്, ആ കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ സേവിക്കണം, കർത്താവിന് തക്ക മഹത്വം കൊടുക്കണം, കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കണം. ഇതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പ്രധാനമന്ത്രിക്ക് കാണുന്നതിന് പ്രോട്ടോക്കോളുണ്ട്, അല്ലെങ്കിൽ രാജാവിനെ കാണുമ്പോൾ രാജാവിനെ കാണുന്നതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രോട്ടോക്കോളുകളുണ്ട്. പക്ഷേ സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണ് എങ്കിൽ പോലും ദൈവമാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും ഒക്കെ നമുക്കുണ്ടാകണം. പലരും ഇത് ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത്. പലരും ഉദാസീനമായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഉദാസീനമായി, പാട്ടുപാടാനിരിക്കുന്നത് ഉദാസീനമായി, ആരാധനയിൽ പങ്കെടുക്കുന്നത് അശ്രദ്ധരായി, മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് കൈ ഉയർത്താൻ പറയുമ്പോൾ വെറുതെ ഒന്ന് കൈ ഉയർത്തും, സ്തോത്രം പറയാൻ പറയുമ്പോൾ വെറുതെ ഒന്ന് സ്തോത്രം പറയും. പക്ഷെ മനസ്സ് വേറെ എവിടെയോ, ചിന്ത വേറെ എവിടെയോ. അങ്ങനെ ആകരുത്. അങ്ങനെ ആകുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാകത്തില്ല. മറിച്ച് ആ ദൈവം യഹോവ ജൈറ, അവൻ എൻ്റെ പ്രൊവൈഡറാണ്, എൻ്റെ ഹീലറാണ്, എന്നെ സൗഖ്യമാക്കുന്നവനാണ്, എന്നെ കരുതുന്നവനാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ കർത്താവിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ ആണ് ദൈവിക മഹത്വം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും പലതും നമ്മൾ അങ്ങ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും. നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, നമുക്ക് അതങ്ങ് നമ്മളങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് കൈകാര്യം ചെയ്യും. അങ്ങനെ ആകരുത്. ഈ ദിവസങ്ങളിൽ യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, സ്വർഗീയ പിതാവിന് മഹത്വം കൊടുക്കുമ്പോൾ, ആ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് തക്കവണ്ണം, ആ ദൈവത്തിൻ്റെ ശക്തിക്ക് തക്കവണ്ണം അവൻ്റെ സിംഹാസനത്തെ കാണണം. അവൻ സൃഷ്ടികർത്താവാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. അവൻ്റെ വാക്കിനാലാണ് ഈ കാണുന്നത് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൈവത്തിന് അതിന് തക്ക മഹത്വമാണ് ഒരു ദൈവവൈതൽ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, കർത്താവേ അങ്ങ് വലിയവനാന്ന് പറയുമ്പോൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ അവനെ വലിയവനായി കണ്ടുകൊണ്ട് വേണം പറയാൻ. നമ്മൾ മറ്റു പലതും ചിന്തിച്ചുകൊണ്ടാണ് വലിയവനാന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം, ഞാൻ ആരെയാ സേവിക്കുന്നത്, ഞാൻ ആ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, ഞാൻ ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ, എൻ്റെ ജീവിതവും ആ കർത്താവിന് ആമേൻ മഹത്വം കൊടുക്കുന്ന യോഗ്യമായ ജീവിതമായിരിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മൾ ഒരിക്കലും അവിശ്വാസികളാകല്ല. കാരണം ഈ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. അവൻ ആരാണെന്ന് മനസ്സിലാക്കി, കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ സേവിപ്പാൻ. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉദാസീനരായി അലസതയോടെ ദൈവത്തെ സേവിക്കരുത്. ഉന്മേഷത്തോടെ, ഉല്ലാസത്തോടെ ഈ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സേവിച്ചാൽ അതിന് തക്ക പ്രതിഫലം
കർത്താവ് നമുക്ക് തരും. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കണം. അവരെ ഇവരെ നോക്കി ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് പാട്ട് പാടുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം മറ്റു പലയിടത്താണെങ്കിൽ ആരാധന ശരിയാകത്തില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏകാഗ്രതയോടെ ആമേൻ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.